ഹായ്. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ ജൂലൈ 31 അല്ലെങ്കിൽ ആഗസ്റ്റ് 31 നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള ആളുകളുടെ കേസിൽ. അപ്പോൾ ബിസിനസ് ഇൻകം ഒന്നും ഇല്ല അങ്ങനെയൊക്കെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിലാണ് ജൂലൈ 31 വരുന്നത്. അതല്ല, നിങ്ങൾക്കൊരു ബിസിനസ് ഇൻകം ഉണ്ട്. ബിസിനസ് ഇൻകം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ട്രേഡിംഗ് ഒക്കെ ചെയ്യുകയാണ്, ഇൻട്രാഡേ അല്ലെങ്കിൽ FNO ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു ബിസിനസ് ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള A to Z കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓരോരുത്തർക്കും റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെല്ലാ സംശയങ്ങളും നമ്മളിന്ന് കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് അഞ്ജു ആണ്, എൻ്റെ ആർട്ടിക്കിളാണ്. ഓക്കെ, അപ്പോൾ വെൽക്കം അഞ്ജു. താങ്ക് യു സർ. നമ്മളെല്ലാവരും ഇപ്പോൾ തിരക്കിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സീസണാണ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട സീസണാണ്. ഒരാൾ എപ്പോഴാണ് അയാൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുന്നത്? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്, ഒരാളുടെ ഒരു വരുമാനം ഒരു പർട്ടിക്കുലർ ലിമിറ്റ് കഴിയുമ്പോഴാണ് ആൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ വരുമാനം നമ്മളുടെ ന്യൂ ടാക്സ് റെജീം പ്രകാരമാണെന്നുണ്ടെങ്കിൽ 4 ലക്ഷം രൂപ കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അതായത് ഒരാൾക്ക് വരുമാനം 4 ലക്ഷം രൂപയെക്കാട്ടും കൂടുതലുണ്ട്. അപ്പോൾ ഇതാണ് കോമൺലി ഉള്ള ഒരു റൂൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഒരാളുടെ വരുമാനം 4 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ ആൾ റിട്ടേൺ ഫയൽ ചെയ്യണം. ഇനി ആൾ ഓൾഡ് ടാക്സ് റെജീമാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിമിറ്റ് വരുന്നത് 2.5 ലക്ഷമാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ന്യൂ ടാക്സ് റെജീമാണ് എടുക്കുന്നത്. അപ്പോൾ അത് കാരണം തന്നെ 4 ലക്ഷം രൂപയെക്കാട്ടും കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ ആൾ റിട്ടേൺ ഫയൽ ചെയ്യണം. ഇതാണ് ജനറലി ഉള്ളൊരു റൂൾ, അതാണ്. പക്ഷേ ഇതല്ലാതെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ പഴയ 1961 ആക്ടിൽ സെക്ഷൻ 139 പ്രകാരം വേറെയും ഒരുപാട് കണ്ടീഷൻസ് പറയുന്നുണ്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ കറണ്ട് ബില്ലുണ്ടല്ലോ, കറണ്ട് ബില്ല് 1 ലക്ഷം രൂപയെക്കാട്ടും കൂടുതലാണെന്ന് വിചാരിക്കും. ഒരു വർഷം അദ്ദേഹം അടച്ചിരിക്കുന്ന ഇലക്ട്രിസിറ്റി ബില്ല് 1 ലക്ഷം രൂപയെക്കാട്ടും കൂടുതലാണെങ്കിൽ അവിടെ മാൻഡേറ്ററി ആയിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഇനി വേറൊരു സിറ്റുവേഷൻ ഉള്ളത്, ഒരാൾ ഫോറിൻ ട്രിപ്പൊക്കെ പോയിട്ടുണ്ടെന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരുപാട് ഫോറിൻ ട്രിപ്പൊക്കെ പോകുന്നുണ്ട് ഒരുപാട് ആളുകൾ. അപ്പോൾ ഇദ്ദേഹം ഫോറിൻ ട്രിപ്പ് പോയിട്ടുണ്ട്, 2 ലക്ഷം രൂപയെക്കാട്ടും കൂടുതൽ ഫോറിൻ ട്രിപ്പിൽ വേണ്ടി ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മാൻഡേറ്ററി ആയിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഇനി മറ്റൊരു സെനാരിയോ എന്ന് പറയുന്നത്, ഇപ്പോൾ TDS പിടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. ഇദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ നിന്ന് TDS പിടിച്ചിട്ടുണ്ട്. സാധാരണ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ 25,000, അതല്ല സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ 50,000 രൂപയൊക്കെ TDS പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിലും അദ്ദേഹം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് മാൻഡേറ്ററി ആണ്. ഇനി വേറൊരു സിറ്റുവേഷൻ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഇപ്പോൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചിലപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ കറണ്ട് അക്കൗണ്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ 50 ലക്ഷം രൂപയെക്കാട്ടും കൂടുതൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്നായിരിക്കും ഒരു ഫിനാൻഷ്യൽ ഇയറിൽ. അങ്ങനെയാണെങ്കിൽ അത് മാൻഡേറ്ററി ആണ്, അദ്ദേഹം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അതേപോലെ തന്നെ കറണ്ട് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ 1 crore ആണ് അതിൻ്റെ ലിമിറ്റ് വരുന്നത്. അപ്പോൾ അവിടെ അതും മാൻഡേറ്ററി ആണ്. അപ്പോൾ 1 കോടി രൂപയെക്കാട്ടും കൂടുതൽ ക്യാഷ് ഡെപ്പോസിറ്റ് കറണ്ട് അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് വീണ്ടും വരുന്നുണ്ട്. അല്ലാതെ നമ്മുടെ 4 lakhs എന്നുള്ളൊരു ലിമിറ്റ് എല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല, വേറെ ഒരുപാട് കണ്ടീഷൻസ് വീണ്ടും വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടേൺ ഓവർ 60 lakhs ആണെന്നുണ്ടെങ്കിൽ അത് മാൻഡേറ്ററി ആണ്. ഇനി പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ റിസീപ്റ്റ്സ് 10 lakhs മേലെയാണെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ മാൻഡേറ്ററി ആണ്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ബിസിനസ് ചെയ്യുകയാണ്, അപ്പോൾ ആ കേസിലൊരു ലോസ് വരികയാണെന്ന് വിചാരിക്കും. ലോസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ റിട്ടേൺ ഫയൽ ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അത് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതല്ല, നമുക്കൊരു നോട്ടീസ് വരാതിരിക്കാനുള്ളൊരു സിറ്റുവേഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു ഹെവി ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ 4 lakhs എന്ന് പറയുന്ന ഒരു ജനറൽ ഒരു ലിമിറ്റ് മാത്രമാണ്. അതല്ലാതെ തന്നെ ഒരുപാട് സെനാരിയോയിൽ അവർക്ക് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് റീഫണ്ട് കിട്ടണം എന്ന് വെച്ചാൽ ഒരു വരുമാനവും ഇല്ല, പക്ഷേ ഒരു 10,000 രൂപ റീഫണ്ട് കിട്ടാനുണ്ടെന്ന് വിചാരിക്കും. റിട്ടേൺ ഫയൽ ചെയ്താലല്ലേ റീഫണ്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ജനറലി ഈ ഒരു സിറ്റുവേഷനുകളിലൊക്കെ ഒരാൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ലയബിളാണ്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഡിസ്കഷൻ ആയിരുന്നു നമ്മൾ ആര് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം, ഏത് ഫോം ചൂസ് ചെയ്യണം, ഇനി ഓരോ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇപ്പോൾ ITR 1, 2, 3, 4 അതേപോലെ തന്നെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ചില ട്രാൻസാക്ഷൻസ്, ഇത്തിരി ഹെവി ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഗോൾഡ് വിൽക്കുമ്പോൾ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥലം വിൽക്കുമ്പോഴൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കണം, എപ്പോഴൊക്കെയാണ് നിങ്ങൾ ഇൻകം ടാക്സുകാർ പിടിക്കാനായിട്ട് സാധ്യതയുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് നമ്മുടെ ചാനലിലാണ്. അപ്പോൾ നമ്മൾ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ടാക്സ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്കോ പ്രൊഫഷണൽസിനോ ഫ്രണ്ട്സിനോ കൂട്ടുകാർക്കോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഒക്കെ ടാക്സ് പ്രാക്ടീസ് ചെയ്യണം നിർബന്ധം
നിർബന്ധമൊന്നുമില്ല. ഇത് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്തിടുക. നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടാകാം. മിക്കവാറും ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് കാണുമ്പോൾ ഒരുപാട് സംശയങ്ങളൊക്കെ തോന്നാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സംശയങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിടുക. അപ്പോൾ നമുക്ക് സമയം കിട്ടുമ്പോൾ ഞങ്ങൾ അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ഞങ്ങൾ അതിന് റിപ്ലൈ തരാം. ഞങ്ങളുടെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനലിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.